ഐറ്റൽ കളർ പ്രോ 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഐറ്റൽ കളർ പ്രോ 5G എന്ന സ്മാർട്ട് ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ ആദ്യം എടുത്തു പറയേണ്ട ചില ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഒരു കാര്യം വരുന്നത് ഡിസൈനിന്റെ കാര്യത്തിലാണ്. ഇതിൽ കളർ ചേഞ്ചിങ് ബാക്ക് പാനലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ വേറെ ഫോണുകളിലൊന്നും തന്നെ നമുക്ക് ഈ ഒരു കളർ ചേഞ്ചിങ് ബാക്ക് പാനൽ കിട്ടുന്നില്ല. അപ്പം നിങ്ങൾക്ക് അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിസൈൻ വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇനി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ പ്രോസസ്സറാണ്. MediaTek Dimensity 6080 എന്ന പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് വളരെ നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. അപ്പം 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ പ്രോസസ്സർ എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ 5G സപ്പോർട്ട് വരുന്നുണ്ട്. 10ഓളം 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോണിന്റെ ബേസ് വേരിയന്റിൽ തന്നെ 6GB റാമും 128GB ഇന്റേണലും കൊടുത്തിട്ടുണ്ട്. 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് 6GB റാം കിട്ടുന്നുണ്ട്. അപ്പം അതും നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം അതാണ് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിലൊക്കെ പറയാനുള്ള കാര്യങ്ങൾ. ഈ ബാക്കി ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 6GB റാം കൂടാതെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാം ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 6GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ LPDDR4Xന്റെ റാമും UMCP സ്റ്റോറേജ് ടൈപ്പാണ് ഇതിൽ വരുന്നത്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. സിംഗിൾ സ്പീക്കറാണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇല്ലാത്തത് ഒരു കംപ്ലൈന്റ് ആയിട്ട് പറയാനും പറ്റില്ല. ഉണ്ടായിരുന്നെങ്കിൽ നന്നായനെ, അത്രേ ഉള്ളൂ. 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ രണ്ടാമത് ഒരു AI ലെൻസും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും ഇതിൽ വരുന്നില്ല. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതൊരു പ്രശ്നമായിട്ട് പറയാനും പറ്റില്ല. ഓൺ പേപ്പർ തിരക്കില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തിരക്കില്ലാത്തൊരു ചാർജിങ് സ്പീഡാണ്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അപ്പം തിരക്കില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നുണ്ട്. ഈ ഫോണിന്റെ ലെവൻട്രി ഫാന്റസി അതുപോലെ തന്നെ റിവർ ബ്ലൂ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേയിൽ 90 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആയി എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇതിൽ 6.6 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫുൾ HD റെസൊല്യൂഷൻ വരുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഫുൾ HD റെസൊല്യൂഷനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായി. LCD പാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ കൊടുത്തിട്ടുള്ളൂ. പഞ്ചോൾ ഡിസൈൻ വരുന്നില്ല. അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായി. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഡിസ്പ്ലേ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഫോണാണ് എന്ന് പറയാൻ പറ്റില്ല. ഫുൾ HD റെസൊല്യൂഷനോ പഞ്ചോൾ ഡിസൈനോ ഒന്നും തന്നെ ഇതിൽ വരുന്നില്ല. ഇതിൽ രണ്ടിൽ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒന്നെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിനെ. പിന്നെ Android 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ഈ ഒരു ടൈമിലൊക്കെ ലോഞ്ച് ചെയ്യുന്ന ഒരു ഫോണിൽ Android 14 സോഫ്റ്റ്വെയർ തന്നെ കൊടുക്കായിരുന്നു. എന്തായാലും ഇതിൽ Android 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 6GB റാം 128GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 9,999 രൂപയാണ്. പിന്നെ ഇനീഷ്യലി ഈ ഫോൺ മേടിക്കുന്ന സമയത്ത് ഇയർബഡ്സ് അതുപോലെ തന്നെ ട്രോളി ബാഗ് ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. ഇപ്പം ഓഫ്ലൈനിൽ നിന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓഫറും അതുപോലെ തന്നെ ഓൺലൈനിൽ നിന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു ഓഫറൊക്കെയാണ്. അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. പിന്നെ സ്ക്രീൻ റീപ്ലേസ്മെന്റ് വാറണ്ടി ഇതിൽ വരുന്നുണ്ട്. ഒരു പ്രാവശ്യം നമുക്ക് സ്ക്രീൻ പൊട്ടിയാൽ ഫ്രീ ആയിട്ട് റീപ്ലേസ് ചെയ്ത് തരുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കളർ ചേഞ്ചിങ് ബാക്ക് പാനലും അതുപോലെ തന്നെ നല്ലൊരു പ്രോസസ്സറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5G സപ്പോർട്ടും 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ബാക്കി ആവറേജ് ആയിട്ടുള്ള ഫീച്ചേഴ്സും വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തിരക്കുള്ള നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പക്ഷെ കോമ്പറ്റീഷനും കുറച്ചും കൂടി ടൈറ്റ് ആണ്. ഇപ്പം പോക്കോ M6 Pro 5G എന്ന സ്മാർട്ട് ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അതിലാണെങ്കിൽ നമുക്ക് ഡിസ്പ്ലേയിൽ ഫുൾ HD റെസൊല്യൂഷനും പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെ അതിലും കൊടുത്തിട്ടുണ്ട്. അതിനും തിരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷനും ബാറ്ററി സെറ്റപ്പും വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് വരുന്നുണ്ടെങ്കിലും കോമ്പറ്റീഷൻ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോക്കോ M6 Pro 5G നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഫുൾ HD റെസൊല്യൂഷനും പഞ്ചോൾ ഡിസൈനും കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു ഫോണൊക്കെ തന്നെയാണ്. പക്ഷേ കോമ്പറ്റീഷനും അത്യാവശ്യം ടൈറ്റ് ആണ്. പിന്നെ കുറച്ചും കൂടി കൂടിയൊരു പ്രൈസ് റേഞ്ചിൽ Moto G34 5G പോലുള്ള ഫോണുകളൊക്കെ വരുന്നുണ്ട്. അതിലാണെങ്കിൽ നമുക്ക് ഫുൾ HD റെസൊല്യൂഷൻ ഇല്ലെങ്കിലും പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ Snapdragon 695 എന്നുള്ള പ്രോസസ്സറൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ 10,500 രൂപ പ്രൈസ് റേഞ്ചിൽ Vivo T3 Lite, iQOO Z9 Lite ഇതുപോലുള്ള ഫോണുകൾക്ക് വരുന്നുണ്ട്. ഏകദേശം സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും അതിൽ MediaTek Dimensity 6300 എന്ന പ്രോസസ്സറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഫോണും കോമ്പറ്റീഷൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പം നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലും കോമ്പറ്റീഷൻ കുറച്ച് ടൈറ്റ് ആണ്. ഈ ഒരു ഫോണിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കളർ ചേഞ്ചിങ് ബാക്ക് പാനലും ഒരു പ്രോസസ്സറുമാണ്. നിങ്ങൾക്ക് കളർ ചേഞ്ചിങ് ബാക്ക് പാനിലുള്ള അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറുള്ള ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഈ ഫോൺ സെലക്ട് ചെയ്യാം.
അല്ല നല്ല പ്രോസസ്സർ മാത്രമാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ വേറെയും ഫോണുകൾ ഉണ്ട്. നിങ്ങൾ എല്ലാം കൂടി ഒന്ന് കമ്പയർ ചെയ്തിട്ട് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ഒരു ഫോൺ എടുക്കുക. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ ഒറ്റയ്ക്ക് നോക്കുമ്പോൾ അത്യാവശ്യം തിരക്കുള്ള നല്ലൊരു ഫോണൊക്കെ തന്നെയാണ് എന്ന് പറയാവുന്നതാണ്. കോമ്പറ്റീഷൻ കുറച്ച് ടൈറ്റ് ആണ് എന്നേ ഉള്ളൂ.